അടിമുടി അച്ഛൻകുട്ടിയായിരുന്നു പ്രിയങ്ക. രാജീവിന്റെ പുന്നാരമകൾ, ഇന്ദിരയുടെ ചുണക്കുട്ടി. അച്ഛന്റെ ചോരയിൽ പുതഞ്ഞ മാംസകഷ്ണങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ പ്രിയങ്കയ്ക്ക് പ്രായം 19. കൗമാരത്തിലെ നിറമുള്ള സ്വപ്നങ്ങൾക്ക് പകരം പിന്നീട് അവളുടെ കനവുകളിൽ ചോര മണത്തു, ഭയം കനത്തു. പ്രിയപ്പെട്ട അച്ഛനെ തന്നിൽ നിന്നും തട്ടിയെടുത്ത ലോകത്തോട് അവൾക്ക് അളവില്ലാത്ത ദേഷ്യവും വെറുപ്പും തോന്നി. വളരെ സ്വാഭാവികമായ കാര്യം. പക്ഷെ വർഷങ്ങൾക്കിപ്പുറം അച്ഛന്റെ കൊലപാതകയെ കണ്ടപ്പോൾ, സാക്ഷാൽ നളിനിയെ ജയിലിൽ വെച്ച് കണ്ടപ്പോൾ പ്രിയങ്ക പൊട്ടിക്കരഞ്ഞുപോയി. 2008 ആ കൂടിക്കാഴ്ച. 2016 നളിനിയുടേതായി പുറത്തുവന്ന ദ രാജീവ് അസാസിനേഷൻ, ദ ഹിഡൻ ട്രൂത്ത് ആൻഡ് ദ മീറ്റിംഗ് ബിറ്റ്വീൻ പ്രിയങ്ക ആൻഡ് നളിനി എന്ന ബുക്കിൽ ഇക്കാര്യം എടുത്തു പറയുന്നുണ്ട്. നളിനിക്ക് മുന്നിൽ നിന്നപ്പോഴാണ് പ്രിയങ്കയ്ക്ക് മനസ്സിലായത് അവരോട് തനിക്കൊട്ടും ദേഷ്യമില്ലെന്ന്, പ്രിയങ്കയുടെ ഉള്ളിൽ അവരോട് വെറുപ്പില്ലെന്ന്. അച്ഛന്റെ ജീവൻ എടുത്തവർക്ക് മാപ്പ് കൊടുത്താണ് പ്രിയങ്ക ജയിലിന് പുറത്തേക്കിറങ്ങിയത്. ഇതാണ് പ്രിയങ്ക ഗാന്ധി. അവരിലൊരു എംപതിയുണ്ട്. മനുഷ്യരോട് നേരിട്ട് സംവദിക്കാൻ പ്രിയങ്കയ്ക്ക് ഒരു പ്രത്യേക കഴിവുമുണ്ട്. ഒരുപക്ഷെ അത് ജന്മസിദ്ധമായിരിക്കാം. അച്ഛനിൽ നിന്നോ അമ്മുമ്മയിൽ നിന്നോ കിട്ടിയ സിദ്ധി. വൈകാരികതയിൽ കുടുങ്ങി നിൽക്കാതെ മാനവികമായി തീരുമാനമെടുക്കാൻ പ്രിയങ്കയിലെ സ്ത്രീക്കൊരു പ്രത്യേക ശേഷി തന്നെയുണ്ട്. സജീവ രാഷ്ട്രീയത്തിലിറങ്ങി കോൺഗ്രസിന്റെ ക്രൗഡ് പുള്ളറായി വളർന്ന കാലത്തും പ്രിയങ്കയെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം സ്വാധീനിച്ചിട്ടേയില്ല. ഈ നിമിഷം വരെയും അവരെടുത്ത തീരുമാനങ്ങൾ മാനവികതയിൽ ഉറച്ചു നിന്നുള്ളതായിരുന്നു. ഹത്രാസിലേക്കും ലങ്കിപ്പൂർ ഖേരിയിലേക്കുമുള്ള പ്രിയങ്കയുടെ യാത്രകളൊക്കെ അതിന്റെ നേർക്കാഴ്ചകളായിരുന്നു. 11 ദളിതരെ സവർണർ കൂട്ടക്കൊല ചെയ്ത ബീഹാറിലെ ബെൽച്ചിയിലേക്ക് 1977 ഇന്ദിരാഗാന്ധി നടത്തിയ യാത്രയേക്കാൾ സാഹസികത പ്രിയങ്കയുടെ ഈ യാത്രകളിൽ ഉണ്ടായിരുന്നു. കാരണം രാഷ്ട്രീയത്തിന്റെ യാതൊരു അധികാര സ്ഥാനങ്ങളും കൈയാളാതിരുന്നിട്ടും പ്രിയങ്കയ്ക്കെതിരെ ഭരണകൂടം നിലകൊണ്ടു. വെല്ലുവിളികൾ അവരെ തിരഞ്ഞെത്തി. ഇന്ദിരയുടെ യാത്രയിൽ ഒരിക്കലും സിസ്റ്റം അവർക്കൊരു ഭീഷണിയേ ആയിരുന്നില്ല. എന്നാൽ പ്രിയങ്കയുടെ യാത്ര അങ്ങനെ ആയിരുന്നില്ല. പ്രിയങ്കയ്ക്ക് മുന്നിൽ മാർഗങ്ങളല്ല, സിസ്റ്റമായിരുന്നു ഒരു വൻമതിൽ പോലെ വെല്ലുവിളിയായി നിലകൊണ്ടത്. ഇന്ത്യയിൽ സംഘപരിവാർ ഏറ്റവും അധികം ആസ്വദിക്കുകയും ഉപയോഗിക്കുകയും കൈയാളുകയും ചെയ്ത അധികാര സ്ഥാനവും ശക്തമായ ഭരണകൂടവും ഉത്തർപ്രദേശിലേതാണ്. ആ ഭരണകൂടത്തെയും ഭരണാധികാരിയെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് 1 വർഷത്തിനുള്ളിൽ 2 തവണ ആ കോട്ടയിലേക്ക് പ്രിയങ്ക ഇരച്ചു കയറിയത്. ആദ്യം ഹത്രാസിലേക്കും 2ാം തവണ ലങ്കിപ്പൂർ ഖേരിയിലേക്കും. സംഭവം അറിഞ്ഞയുടൻ ഇറങ്ങി പുറപ്പെട്ടതുപോലെയായിരുന്നു പ്രിയങ്കയുടെ ആ യാത്ര. ഹത്രാസിൽ അവരുടെ വസ്ത്രത്തിൽ പിടിച്ചുവലിച്ച പോലീസ് ഇക്കുറി അതിലും മോശമായി തന്നെ കൈകാര്യം ചെയ്യുമെന്ന് അവർക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. എന്നിട്ടും പബ്ലിക് അറ്റൻഷൻ ഏറ്റവും കുറവ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പാതിരാത്രിയിൽ എത്ര ക്യാമറകൾ തങ്ങൾക്ക് മുന്നിലുണ്ടെന്ന് എണ്ണാതെ അവർ മുന്നോട്ട് നീങ്ങി. വാറണ്ട് ഇല്ലാതെ തന്നെ കസ്റ്റഡിയിൽ എടുക്കാൻ വന്ന പോലീസിനോട് നേർക്കുനേരെ നിന്ന് വിരൽ ചൂണ്ടി സംസാരിക്കാൻ പ്രിയങ്കയ്ക്ക് ഒരു പ്രിവിലേജിന്റെയും സഹായം വേണ്ടി വന്നില്ല. समझे जिस सरकार को तुम डिफेंड कर रही हो। नहीं मैम, कानून है इस देश में, तुम्हारे प्रदेश में नहीं होगा, इस देश में कानून है। प्लीज कुछ नहीं, तुमने मुझे धकेल के तुम यहाँ लाए हो, मुझे जबरदस्ती ले जा रहे हो और तुम्हारा कोई हक नहीं है, समझे? कोई हक नहीं है. കസ്റ്റഡിയിലെടുത്ത പോലീസ് ഗസ്റ്റ് ഹൌസിൽ അനധികൃതമായി തന്നെ തടവിൽ പാർപ്പിച്ചപ്പോഴും അവർ കൂളായിരുന്നു. അവിടെ ഇരുന്ന് മാധ്യമങ്ങളോടും ജനങ്ങളോടും സംസാരിച്ചതൊക്കെയും സംഘപരിവാർ വാഹനം കയറ്റി ഇറക്കി കൊന്നുകളഞ്ഞ കർഷകരെ കുറിച്ച് മാത്രമായിരുന്നു. കുറെ നാളുകൾക്ക് മുമ്പ് ഡൽഹിയിൽ കണ്ടൊരു കാഴ്ച കൂടി പറയാതെ വയ്യ. അന്ന് കർഷക പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയും സംഘവും രാഷ്ട്രപതിയെ കണ്ട് നിവേദനം കൊടുക്കുമ്പോൾ പ്രിയങ്ക രാഷ്ട്രപതി ഭവന് മുന്നിലെ നടു റോഡിൽ കർഷകർക്കൊപ്പം കുത്തിയിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച് എത്രയോ നേരം അവർ കർഷകർക്കൊപ്പം ഇരുന്നു. ഒടുവിൽ ഡൽഹി പോലീസ് പ്രിയങ്കയെ പോലീസ് വാനിൽ ബലമായി കയറ്റി ഇറക്കിക്കൊണ്ടുപോയ കാഴ്ച നമുക്കിപ്പോഴും ഓർമ്മയുണ്ടാകും. വാഴ്ത്തുപാട്ടുകൾക്ക് പിടികൊടുക്കുന്ന പതിവില്ല പ്രിയങ്കയ്ക്ക്. ഇതുവരെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ലെങ്കിലും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ എല്ലാ അടവുകളും പയറ്റി തെളിഞ്ഞ ശേഷം തന്നെയാണ് പ്രിയങ്ക ഗാന്ധി വയനാടൻ ചുരത്തിലേക്ക് എത്തുന്നത്. 1999 രാഷ്ട്രീയം വേണോ വേണ്ടയോ എന്ന് ചിന്തിച്ചൊരു പ്രിയങ്കയുണ്ടായിരുന്നു. അന്ന് 10 ദിവസത്തെ വിപാസന ധ്യാനമെടുത്താണ് പ്രിയങ്ക ഒരു തീരുമാനത്തിലെത്തിയത്. 2010 ബുദ്ധമത പഠനത്തിൽ ബിരുദാനന്തര ബിരുദം നേടി അഹിംസ ജീവിത വ്രതമാക്കിയ ഒരു സ്ത്രീയാണവർ. അതുവരെ പഠനത്തിലും കുടുംബത്തിലും ഒതുങ്ങിക്കൂടിയ പ്രിയങ്ക 2019 കോൺഗ്രസിനൊപ്പം പോരാട്ടത്തിനിറങ്ങി. ജനറൽ സെക്രട്ടറിയായി UPയുടെ ചുമതല ഏറ്റെടുത്തു. വിജയവും പരാജയവും എല്ലാം മുന്നിൽ കണ്ടായിരുന്നു പ്രിയങ്കയുടെ മുന്നോട്ട് പോക്ക്. മുത്തശ്ശി ഇന്ദിരാഗാന്ധിയുടെ രൂപസാദൃശ്യവും നിശ്ചയദാർഢ്യവും, സോണിയാഗാന്ധിയുടെ ഉശിരും, രാഹുലിന്റെ സഹോദരി എന്ന പേരും വളരെ പെട്ടെന്നാണ് ജനമനസ്സിൽ പ്രിയങ്കയ്ക്കൊരു ഇടം നേടിക്കൊടുത്തത്. അനുഭവത്തിന്റെ തീച്ചുളയിൽ രാഗിയെടുത്ത വാക്കുകൾ പ്രിയങ്കയുടെ നാവിൽ നിന്ന് ഉതിരുമ്പോൾ
മോദി അടക്കം വർഗീയ വിഷം തുപ്പുന്നവരേറെ മാളത്തിലേക്ക് ഒളിക്കുന്ന കാഴ്ച തിരഞ്ഞെടുപ്പുകളിൽ നാം എത്രയോ കണ്ടു. ഇന്ദിരയോ സോണിയോ കടന്നു പോകാത്തത്ര ദുർഘടമായ വഴിയിൽ സഞ്ചരിച്ചതിനാലാകണം പ്രിയങ്കയുടെ വാക്കുകൾക്ക് ഇത്രമേൽ മൂർച്ചയേറുന്നത്. പ്രതിപക്ഷ ചേരിയിൽ അമ്മയ്ക്കും സഹോദരനും ഒപ്പം നിന്ന് പ്രിയങ്കയുടേതായി പാർലമെന്റിൽ ഉയർന്നു കേൾക്കുന്ന ശബ്ദം ഒരു കാലത്തും ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികളെ നിരാശപ്പെടുത്തില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. മോദിയുടെ മൂന്നാം സർക്കാർ പരുങ്ങലിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ രാഹുലും പ്രിയങ്കയും ഒന്നിച്ച് ലോക്സഭയിൽ എത്തുന്നത് പ്രതിപക്ഷത്തിന് കരുത്തും ഭരണപക്ഷത്തിന് ഒരു തിരിച്ചടിയും തന്നെയാണ്. രാജ്യത്തെ നയിക്കാൻ 56 ഇഞ്ച് നെഞ്ചളവല്ല, വിശാല ഹൃദയമാണ് വേണ്ടതെന്ന പ്രിയങ്കയുടെ വാക്കുകൾ ജനം ഇന്നും മറന്നിട്ടില്ല. इसे चलाने के लिए दरिया जैसा देश चाहिए, इसे चलाने के लिए सत्ता का क्रूर बल नहीं, एक नैतिक शक्ति चाहिए. രാഹുൽ ഗാന്ധി അടിമുടി ഒരു സ്നേഹമാണ്, വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറന്നയാൾ. പക്ഷെ പ്രിയങ്കയ്ക്ക് വർഗീയതയെ ദഹിപ്പിക്കുന്ന തീയാവാനും കൂടി കഴിയും. ഞങ്ങളുടെ കൂടുതൽ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക.